ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഓണത്തിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ ഇപ്പം ജസ്റ്റ് ഒന്ന് ഒരു ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ ഓണം കഴിഞ്ഞ് ഒരു 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ നൈസായിട്ട് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയത് എവിടെയാണെന്ന് പറഞ്ഞാൽ, എന്തായാലും എല്ലാവരും ക്യാപ്ഷനും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായിരുന്നു നമ്മൾ വട്ടവടയാണ് പോയത് കേട്ടോ. നമ്മൾ പോയ കാര്യങ്ങളും പിന്നെ നമ്മൾ സ്റ്റേ എടുത്തതും നമ്മുടെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളുടെ ആ ഒരു ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ എവിടെയാണ് സ്റ്റേ എടുത്തത് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറയാം ഇതിൽ. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സ്റ്റേ ആണ് നിങ്ങൾ വട്ടവട മൂന്നാർ ട്രിപ്പിൽ നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത്. ജസ്റ്റ് ഒന്ന് നമ്മൾ പോയ വീഡിയോയും ഒരു ട്രിപ്പിൻ്റെ വൈബും എല്ലാം ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഒരു ട്രിപ്പായിരുന്നു, ആ ഒരു ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും നിങ്ങളെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റേ എടുത്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ വട്ടവട വില്ലേജ് കയറി അതിനകത്ത് ഒരു സ്ട്രോബെറി ഫാമിൻ്റെ ഒക്കെ ആ ഒരു എൻട്രിയുടെ ആ ഒരു ഏരിയയിൽ നോക്കിയാണ് നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇങ്ങനെ റിസോർട്ട് ടൈപ്പ് ഒന്നും നോക്കാതെ നമ്മൾ പോകുന്ന ആ ഒരു ട്രിപ്പ് കുറച്ച് മെമ്മറബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെൻറ്റ് സ്റ്റേ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെൻറ്റ് സ്റ്റേ കൊള്ളാമോ, എങ്ങനെയാണ്, നൈസാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വൈബ് നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ നോർമൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ ആയിരിക്കും. റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു റൂം, ഒരു ബെഡ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഒരു മെമ്മറബിൾ ആക്കാൻ വേണ്ടി ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ടെൻറ്റ് സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ടെൻറ്റ് സ്റ്റേ ആണ് നമ്മൾ കറക്റ്റ് അത് ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ എവിടെയാണ് എന്താണ് ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ എത്രയാണ് നമുക്ക് ചിലവായത്, നമ്മളെങ്ങനെയാണ് പോയത്, അതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ മാക്സിമം അതൊന്നും മൈൻഡ് ചെയ്യണ്ട, മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയാനുണ്ടെങ്കിൽ അതിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉപകാരം അത് മാത്രമേ ഉള്ളൂ. വേറെ ചെയ്യണോ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം വേണം എവളാക്കി വയ്ക്കുക, വേറെ ഹസ്ബൻഡിൽ. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ നൈറ്റാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളൊരു ഏകദേശം ഒരു മണി, നൈറ്റ് 1 മണി ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം മാക്സിമം നൈറ്റ് വിഷ്വലായിരിക്കും ഫസ്റ്റ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ എരുമേലി ഭാഗത്തെത്തിയപ്പം അവിടെ നൈസായിട്ട് കുറച്ച് കോടമഞ്ഞ് കയറി വന്ന ആ ഒരു ടൈമിൽ എന്തായാലും നമ്മളത് ക്യാപ്ചർ ചെയ്യണമല്ലോ. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഈ ഫസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോയിരുന്നത്. ഞാൻ എൻ്റെ ബൈക്കിലും പിന്നെ അച്ചു ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബൈക്കിൽ. ചേട്ടൻ്റെ വണ്ടി കുറച്ച് ഇതായിട്ട് സീനായിട്ട് വണ്ടി കയ്യിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി കൂടെ വാങ്ങിയാണ് നമ്മൾ പോയത്. നമ്മൾ 4 പേരായിട്ടാണ് പോയത്. ഞാനും അനിയനും ചേട്ടനും പിന്നെ അപ്പൂസും, നമ്മൾ 4 പേരായിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ എരുമേലി ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ നൈസായിട്ട് കോടമഞ്ഞ് കയറി വന്നു. ആ ഒരു ടൈമിലെടുത്ത വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നൈറ്റ് ടൈം ആയതുകൊണ്ട് അധികം വിഷ്വലൊന്നും എടുത്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ അധികം ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഈ ഒരു സീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വീഡിയോ എടുക്കണമല്ലോ, അങ്ങനെ പിന്നെ എടുത്ത വീഡിയോ ആണിത്. അപ്പം കുറച്ച് പേരൊക്കെ അങ്ങനെ നൈറ്റ് വിഷ്വൽ കണ്ട് ആസ്വദിച്ച് നമ്മൾ വൈബായിട്ട് ഇത് പിന്നെ അപ്പൂസൊക്കെ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, വേറെ ആരും വേണ്ട നമുക്ക്. അപ്പം മാത്രം ഉണ്ടായിരുന്ന നമ്മളൊരു ഫുൾ വൈബാണ് നമ്മൾ. അപ്പം വേറെ ലെവലാണ്, പറയില്ല. ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി കേട്ടോ. ബാക്കി ഇരുന്നുകൊണ്ട് കാണിക്കുന്ന വേല തന്നെ കണ്ടേ. പിന്നെ ഈ വീഡിയോയിൽ കണ്ട എൻ്റെ വണ്ടിയുടെ മീറ്റർ ഓൺ ആവണില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. വണ്ടി കീ ഓൺ ആക്കിയാലും ഈ മീറ്റർ ഓൺ ആവില്ല. കുറച്ച് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടി ഷെയ്ക്ക് ആകുമ്പം വീണ്ടും ഓൺ ആവും. മീറ്റർ ERP മീറ്റർ വർക്കായിട്ട് വന്നിട്ട് പിന്നെ സ്പീഡോമീറ്റർ എല്ലാം ഓൺ ആവും, ഡിസ്പ്ലേ ഫുൾ ഓൺ ആവും. പക്ഷെ ചില ടൈമിൽ ഇങ്ങനെ ഓഫായി കിടക്കും. കീ ഓൺ ആക്കിയാലും ഇങ്ങനെ ഓഫായി കിടക്കും.
പിന്നെ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് വോയിസ് ഓവറാണ് കേട്ടോ. ഞാൻ പറയണതെന്ന് അതിൽ ഈ വിൻ നോയ്സ് കൊണ്ടൊന്ന് അതിൽ കേൾക്കാൻ പറ്റണം വീഡിയോയിൽ. അപ്പോൾ ഞാൻ അതിൽ വോയിസ് ഓവറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഫോണിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഫോഗ് കയറി കഴിഞ്ഞാൽ പിന്നെ ഫോണിലെ ക്യാമറ മൊത്തം ഫോഗ് അടിച്ച് ഒരുമാതിരി മങ്ങിയിരിക്കും. ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വീണ്ടും എടുക്കുക. അപ്പോഴാണ് ഇത്രയും ക്ലാരിറ്റിയോട്ട് വീണ്ടും കിട്ടുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ലപോലെ വിൻഡ് നോയ്സ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ചെറിയ ഇറിറ്റേഷൻ പോലെ തോന്നുന്ന വിഷ്വൽ മാക്സിമം ഫോക്കസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ആ ഒരു ബോറങ്ങ് മാറിക്കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരുപാട് നേരം ഇങ്ങനത്തെ വിഷ്വൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ബോറടിക്കും, വീഡിയോയും ലെങ്ത് ആവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം വണ്ടി ഓടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ വഴിയിൽ. മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടാത്തടേ. മാപ്പ് പിന്നെ ഇടാല്ലേ ഗൈസ്. നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. ചായ എന്നെ കിട്ടി കാണില്ല. ചായയുടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്ര നേരം വണ്ടി ഓടിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഞാനും അപ്പൂസുമാണ് ഇപ്പോൾ വണ്ടിയിൽ മാറി അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് FC കയറിയിട്ടുണ്ട്. എൻ്റെ അനിയനും അച്ചു ചേട്ടനും കൂടെ നമ്മളെ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരം ആ ടൈമിൽ ഏകദേശം എരുമയിലേക്ക് കഴിഞ്ഞ് ഏകദേശം എവിടെ എത്തി എന്നറിയില്ല കറക്റ്റായിട്ട്. ഈ മാപ്പ് നോക്കി പോകുന്നുണ്ട് സ്പോട്ട് എവിടെയാണ് എന്ന് പറഞ്ഞില്ല കറക്റ്റായിട്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരം ചെറുതായിട്ട് രാവിലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പൂസാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ഈ രാവിലത്തെ തണുപ്പടിച്ച വാശിന് നല്ലപോലെ വിറയലുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇങ്ങനെ ഒരു കാര്യം ആടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് ഭയങ്കര ആരോഗ്യം എന്നൊക്കെ പറഞ്ഞ് അവനെ ഞാൻ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ. നമ്മൾ കുറച്ചുകൂടെ പകലായിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു ഈ മാപ്പ് നോക്കി പോകണോണ്ടാണ് ഈ ഒരു വഴി. അന്തസ് കണ്ടാര് വണ്ടി കയറണം. അങ്ങനെ ഈ മാപ്പ് നോക്കി പോകണോണ്ട് ഇങ്ങനത്തെ വഴികളൊക്കെ നമ്മളെ കയറ്റി വിട്ടേന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മെയിൻ റോഡ് പോകാനുള്ളതിന് പകരം ഏതോ മുടുക്ക് റോഡൊക്കെ കയറി പോകണമല്ലോയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അടിമാലിയാണ് ലൊക്കേഷൻ വെച്ചേക്കണത്. മാക്സിമം അടിമാലി ചെന്നിട്ട് അടുത്ത് ലൊക്കേഷൻ ഇട്ട് അങ്ങനെ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റോഡ് വലിയ കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെ ചെറിയ മുടുക്ക് റോഡുകളായതുകൊണ്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. വഴി കറക്റ്റായിട്ട് അറിയാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ നൈസായിരുന്നു, പോയതെല്ലാം അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് റോഡ് ആയാലും നമ്മളെ വണ്ടി റൈഡിങ് ആയാലും നമ്മളെ സ്റ്റേ ആയാലും എന്തായാലും
ഇതിപ്പോൾ വീഡിയോ സ്പീഡാക്കിയത് വേറെ ഒന്നുമല്ല, ഫുള്ളിങ്ങനെ റോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കറങ്ങി ഇപ്പോൾ പെരിയാർ നദിയുടെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെരിയാർ നദിയാണ് ഈ അടിയിൽ കൂടെ ഒഴുകുന്നത്. നല്ല അടിപൊളിയായിട്ട് ആ പാലമൊക്കെ ഡിസൈൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ആ പാലം കണ്ടിട്ടാണ് ഇവിടുത്തെ ഒരു വീഡിയോ അങ്ങ് എടുത്ത് വെച്ചത്. നമ്മളങ്ങനെ അടിമാലി കഴിഞ്ഞിട്ടുണ്ട്. അടിമാലി കഴിഞ്ഞപ്പോൾ നൈസ് ഒരു വെള്ളച്ചാട്ടം ഒരു അടിപൊളി ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയത്. നേരെ അങ്ങോട്ട് നോക്കി ആ വ്യൂ കാണുന്നതും കൂടെ കാണിച്ചു തരാം കണ്ടോ. ഓ വൈ ഇവിടെ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് താങ്കൾ കാണുന്നത്. നൈസാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഓക്കെ ഭായി, നമ്മൾ നേരെ ഇനി അടിമാലിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ പോയിട്ട് കാണാം. നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് നേരെ വീണ്ടും വട്ടവടയിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് നൈസായിട്ട് വിശന്നതുകൊണ്ടെന്ന് തിരിച്ച് വീണ്ടും അടിമാലിയിൽ ഇറങ്ങി അവിടെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അതിന് ശേഷം ഞാനാണ് കേട്ടോ വണ്ടി എടുത്തത്. അപ്പോൾ പുറകെ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് നേരെ പോകുന്നതാണ് പിന്നെ കാണുന്നത്. രണ്ട് ബൈക്ക് സംഭവം വളരെ മൂന്നാർ ട്രിപ്പിനെ പറ്റി ഒരു യാത്ര അല്ല ഒരു നമ്മൾ മൂന്നാർ വന്നിട്ട് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കണ്ടു. ആദ്യമായിട്ട് തേയില കൃഷി വെച്ചു മൂന്നാറിൽ. നമ്മൾ ഇത്ര നേരം തേയില എൻ്റെ ലോകത്ത് മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത വളരെ വിദഗ്ധല്ല ഒരു കാഴ്ചയാണ് അഹങ്കാരമായി സുമുഖം ശ്യാമം സത്യം ശിവം സുന്ദര നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മൾ ഇതെല്ലാം വളരെ മനോഹരമായ ഒരു നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വളരെ മനോഹരമായ ഒരു നമ്മുടെ നമുക്ക് പൈസ ഒട്ട് കഴിച്ചു സർക്കാർ ജീവിക്കണം കഴിച്ചു. നിങ്ങൾ ഹെൽമെറ്റ് വയ്ക്കാതെ പോയി ട്രിപ്പിൾസൊക്കെ ലൈസൻസ് ഒക്കെ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിച്ചില്ലായിരുന്നു. നമ്മളങ്ങനെ കറങ്ങിയടിച്ച് മൂന്നാർ വഴി ചുറ്റി കറങ്ങി വട്ടവട സ്റ്റേ തപ്പി പോകുന്ന പോക്കാണിത്.
നമുക്ക് ഗൂഗിൾ മാപ്പ് റേഞ്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സ്റ്റേയുടെ ആ ഒരു റൂട്ട് കിട്ടിയില്ല. പിന്നെ നമ്മൾ അറിയാമെന്നുള്ള ഒരു അറിവും പിന്നെ ചോദിച്ച് പറക്കി അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചാണ് സ്റ്റേയിലോട്ട് എത്തിയത്. കൈസ് നമ്മൾ സ്റ്റേ എടുത്ത സ്ഥലമാണ്. ഒമ്പോ ഇതൊരു ധൈര്യമാണ് കേട്ടോ. പയ്യന്മാർ ബൈക്ക് ഓടിച്ച് തരാൻ മുകളിൽ പോയി നമ്മളിങ്ങനെ മാക്കോടെ നടക്കും. അയ്യോ നമുക്ക് നടന്ന് മുകളിൽ പോകാം കൈസ്. വട്ടവട കാണാൻ വന്നത്. എൻ്റെ അമ്മ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ബാഗും വെച്ച് ഇങ്ങനെ പോകണം. ഇതേ അവന്മാരെവിടെ പോയി? അച്ചു ചേട്ടൻ അവിടുത്തെ ആളിൻ്റെ കൂടെ പയ്യാറുണ്ട്. ഇതിൻ്റെ മുകളിലാണ്. ഞാൻ ഇറക്കുന്ന സൗണ്ട് കേൾക്കാമോ? ഒപ്പു ടാസ്ക് തോന്നിക്കുന്നു വരും മതി. എന്താ അച്ചിയുടെ മൂലാളിരോട് റോഡും ഉണ്ടാന്ന് അറിഞ്ഞൂടാ. ഞാൻ മുകളിൽ നിന്നിട്ട് ആയേ. നമുക്ക് ഓടിക്കയറാൻ കഴിച്ചു. വാടാ അതിൻ്റെ ഓഫ് റോഡ്. തല്ലി വീണെങ്കിൽ അയ്യോ. ഓ ഗൈസ് മുകളിൽ വരെ അടിപൊളിയാണ്. ഇതാണ് ടെൻറ്റ്. ഡേയ് നാളെ എങ്ങനെ താഴോട്ടിറങ്ങും? ചറക്കി അങ്ങ് പോകും നാളെ. ആ ഇല്ലേ കൈ വെച്ചേരാ വാ ഒരുത്തൻ കാണിങ്ങനെ അല്ല താഴെ പോയില്ലേ ഇറക്കിയാ പോട്. ഇപ്പൊ വന്ന വഴി അതാണ് വിഷയം. നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ച്. റേഞ്ചില്ല. നമ്മള് ഏതോ റോഡില്ല, കല്ല് മാത്രം. പുള്ളി പാറപ്പുറത്ത് ചാടിയൊക്കെ കുട്ടിയെല്ലാം പോച്ചേ. ഗൈസ് വാട്ട് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. വായ കൊള്ളാടാ, അടിപൊളി
സീരിയസ് ആയിട്ട് അങ്ങ് കുറച്ച് ദൂരം ഇട്ടില്ലേ വട്ടവട വട്ടവട എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പറഞ്ഞല്ലോ ഇവിടെ വന്നിങ്ങനെ തീട്ട് കത്തിക്കുന്നതാക്കാൻ യൂട്യൂബിൽ തെളിയാ. ഇതാണ് ബാബ പേരെന്ന് പറയാൻ പറഞ്ഞപ്പം ഫ്ലവർ കാണിച്ചു തരാം ഗൈസ്. ആദ്യം നമ്മൾ ജീവൻ രക്ഷിക്കും. ഫീഡ്ബാക്ക് സീനുണ്ടാവും. അതൊക്കെ അത്രേ ഉള്ളൂ. ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലം ഇതാണ് ഗൈസ്. കൊള്ളാം. നമ്മൾ മരിച്ചു സംഭവം വഴി മാറി ഗൈസ്. നമ്മൾ എവരെ പള്ള വിളിച്ചിട്ട് കാര്യമില്ല, നമ്മളെ തന്നെ പള്ള വിളിക്കണം ഗൈസ്. സ്ഥലം ഒന്നും രക്ഷയില്ല, നൈസാണ്. കള്ളുണ്ട്, കഞ്ചാവുണ്ട്, സിനിമ ഗൈസ്. ഇതൊക്കെ നമ്മൾ ഫണ്ണടിക്കലാണ് ഗൈസ്. നമ്മളെന്തായാലും ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. വ്യൂ ഈ വഴിയാണെങ്കിലേ അപ്പോൾ കണ്ടല്ല, ഇതാണ് നമ്മൾ സ്റ്റേ എടുത്ത സ്ഥലം. അപ്പോൾ അവിടെ വരെ നമ്മൾ എത്തിയതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത്. ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു വീഡിയോ ആവും. പിന്നെ ഭയങ്കര ലെങ്ത് ആയിട്ട് ഇപ്പോൾ തന്നെ 30 മിനിറ്റ് ഒന്നും ആയിട്ടുണ്ട്. അപ്പം നല്ല ലെങ്ത് ആയിപ്പോവും വീഡിയോ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ.